ഹലോ നമസ്കാരം ചേട്ടാ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇവിടുത്തെ അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും അതെ, സ്കൂൾ ബസ്സിൽ കുട്ടികളെ കയറ്റി വിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ കയറ്റി വിടുമ്പോൾ ആ കുട്ടികളെ യാത്രയാക്കാൻ വരുന്നൊരു സീൻ കാണേണ്ട തന്നെയാണ്. ചില പിള്ളേരുടെ കൂടെ അപ്പ ഉണ്ടാവും, ചില കുട്ടികളുടെ കൂടെ അപ്പനും അമ്മയും ഉണ്ടാവും, ചിലരുടെ കൂടെ ഈ വീട്ടിലുള്ള ആബാലവൃദ്ധ ജനങ്ങളെന്ന് പറഞ്ഞ മാതിരി നടക്കാൻ പറ്റാത്ത വല്യപ്പൻ വരെ ചാടി ചാടി വന്നിട്ട് ഉമ്മയും കൊടുത്ത് പറഞ്ഞേക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുക. അതിന് പ്രായമൊന്നൊരു വിഷയമല്ല, മനസ്സിലായി? ചിലപ്പോൾ കുഞ്ഞു കുട്ടിയാവും അല്ലെങ്കിൽ വലിയ കുട്ടിയാവും, ഡസൻ മാറ്റർ. അപ്പോൾ അത്രയും കരുതലോട് കൂടിയിട്ട് ഒരു കൊച്ചിനെ സ്കൂൾ ബസ്സിൽ സേഫായിട്ട് സ്കൂളിൽ എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മളത് വിട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അറിയാണ് നമ്മുടെ കൊച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ടാവും നമ്മുടെ ഒരവസ്ഥ? ഇവിടെ സംഭവിച്ച കാര്യമാണ്. ഇതേപോലെ അപ്പൻ വന്നു, അമ്മ വന്നു, വളരെ ഹാപ്പി ആയിട്ട് കൊച്ചിനെ കെട്ടിപ്പിടിച്ച് അവിടെ ബസ്സിൽ കയറ്റി വിട്ടു. സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടീനെ അറസ്റ്റ് ചെയ്യാണ് പോലീസ് വന്നിട്ട്. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അമേരിക്കയിലുള്ള FBI നിർദ്ദേശപ്രകാരം RCMP ആണ് ഒന്ന് അറസ്റ്റ് ചെയ്യണേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കുട്ടീനെയല്ല, 2 വ്യത്യസ്ത പ്രൊവിൻസുകളിലായിട്ട് 2 കുട്ടികളെ അറസ്റ്റ് ചെയ്തു. എന്താ സംഭവം എന്ന് അറിയാം നിങ്ങൾക്ക്? കുട്ടികളില്ല, ഇത് വളരെ എന്താ പറയുക, കുട്ടികളുടെ ചാറ്റിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ഡിസ്കോഡ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എങ്ങനെയോ പരിചയപ്പെട്ട നോവാസ്കോഷ്യയിലുള്ള ഒരു പയ്യനും മാനിറ്റോബയിലുള്ള ഒരു പെൺകുട്ടിയാണ് ഇതിൻ്റെ ആദ്യത്തെ കേസ്. ഇത് ഒറ്റ കേസല്ല, ഇത് ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ആ കേസ് വന്നു. സംഭവിച്ചത് എന്താണെന്ന് വെച്ചെങ്കിൽ, റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇവർ ഈ വക സ്ഥാനങ്ങളിൽ അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്, നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ സ്കൂളിൽ പോകുന്നു, നമ്മൾ കുറച്ച് കുട്ടികളെ അങ്ങോട്ട് നൈസായിട്ട് അവസാനിപ്പിക്കുന്നു, വെടിവെച്ച് കൊല്ലുന്നു. ഇതാണ് പ്ലാൻ. ഇത് ഇവർ പരിചയപ്പെട്ട് ഒരു ഗ്രൂപ്പിനകത്ത് കയറി സംസാരിച്ച് ഇവർ മാത്രമേ ചർച്ച കൊണ്ടുപോയി പിടിച്ചു. എന്തൊക്കെയാണെങ്കിലും ഇവരെ അറസ്റ്റ് ചെയ്തു. ഇത് സെയിം ടൈമിൽ മാനിറ്റോബയിലും ഇവിടെയും അറസ്റ്റ് കണക്കാണ്. അങ്ങനെ ഇവിടെ കുട്ടികളുടെ കാര്യങ്ങളാണ്. പിന്നെ ഇവ കാര്യങ്ങളൊരു പരിധിട്ട് ഗവൺമെൻറ് ന്യൂസ് തന്നെ പുറത്തേക്ക് വിടില്ല. ഓക്കെ, അതവിടെ അവസാനിച്ചു വെച്ചിരിക്കുമ്പോൾ ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ താമസിക്കുന്ന ലണ്ടൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞു പട്ടണം, കൊച്ചി സിറ്റി എന്നെങ്കിലും പറയില്ലേ, അവിടെ ഉണ്ടാ ഒരു ദിവസം ഇതേപോലെ വന്നേക്കണു. ഒരു പ്രിൻസിപ്പാളിന് ഒരു ഇമെയിലല്ല, ഒരു കൊച്ചു കൊണ്ടുവന്നിട്ട് ഒരു ഇത് കൊടുക്കുകയാണ്, ഒരു ഫോട്ടോ എന്തോ വാട്ടവർ കൊടുത്തിട്ട് പറഞ്ഞു, അവിടെ വാഷ്റൂമിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് 10 മണിക്ക് ഞങ്ങളിവിടെ പടയ്ക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചേടാ, കുട്ടികളേക്കും പിടിച്ച് വേഗം സെക്യൂർ ആക്കണു. സ്കൂള് പ്രിൻസിപ്പാൾ ലോക്ക്ഡൗൺ ചെയ്യുന്നു, ഉടനടി പോലീസിനെ അറിയിക്കുന്നു. പോലീസ് വന്നിട്ട് അതിനകത്ത് ഇതേമാതിരി ഒരു 2 കുട്ടികളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്, അവരും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇന്നലെ ബെൽവില്ല് എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ ഉണ്ടായിരുന്നു കുറച്ചങ്ങോട്ട് പോകണം, നമ്മുടെ കൂട്ടാനികൾ താമസിക്കുന്നുണ്ട്, ആ ഭാഗത്ത് ഒരു സ്കൂളിൽ ഒരു ചെക്കൻ ഇങ്ങനെ വെറുതെ ബാഗും പിടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ വെറുതെ ഒരു ചെക്കൻ വന്നിട്ട് തോക്കിന് തലയുടെ മുകളിൽ വെച്ചു. പടക്കിനാന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് അത് കളിത്തോക്കായിരുന്നു, സംഭവം ഇമിറ്റേഷനായിരുന്നു. പക്ഷേ എന്ത് പറ്റി, സാധനം നേരെ റിപ്പോർട്ട് ചെയ്തു. ചെക്കൻ അലറി വിളിച്ചിട്ട് നേരെ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ ചെന്നു. അവിടെ വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു, എന്നെ ഇങ്ങനെ ഫയർ ആം വെച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനെ ഇതാക്കി ഉടനടി പ്രിൻസിപ്പൾ വേഗം ലോക്ക്ഡൗൺ അടിക്കുന്നു. പക്ഷേ ആ സമയത്ത് അറിയില്ലായിരുന്നു ഇത് ഇമിറ്റേഷനാണെന്നുള്ളത്. ലോക്ക്ഡൗൺ ചെയ്തു, പോലീസ് വന്നു, ചെക്കനെ ഇതാക്കി ഇന്ന ആളാന്ന് പറഞ്ഞു. അവനൊന്ന് ചെക്ക് ചെയ്തപ്പോൾ അത് കളിത്തോക്കാണ് സാധനം, വേറെ പ്രശ്നമുള്ളതൊന്നുമല്ല. പക്ഷേ അവൻ്റെ ബാഗിൽ നിന്ന് 2-3 കത്തികൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ന്യൂസുകൾ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ കേസിൽ ഒറ്റ ടൈമിൽ ഈ പറഞ്ഞ മാനിറ്റോബിയും അതുപോലെ ഹാലിഫാക്സിലും വന്നതിൽ ഒരാളുടെ കയ്യിലിരുന്നത് ഇമിറ്റേഷനായിരുന്നു, കളിത്തോക്കായിരുന്നു. ഒരാളുടെ കയ്യിലിരുന്നത് ഒറിജിനൽ സാധനമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കേസിൽ, ലണ്ടനെ കേസിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയില്ല, ഇങ്ങനെ കൊണ്ടുപോയി എന്ന് മാത്രമേ അറിയുള്ളൂ. ഈ ബെൽവില്ലെ കേസിൽ ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. നമ്മളറിയാത്ത എന്തോരം കാര്യങ്ങളോട് നടക്കണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇത് കുട്ടികളുടെ ഭാവിയാണ്. അതിൻ്റെ പേരിൽ ഗവൺമെൻറ് വല്ലാണ്ട് ഇതിനെ പറ്റിയിട്ട് അങ്ങനെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയില്ല. കാരണം ഇത് കുട്ടികളുടെ ഭാവിയാണല്ലോ. ആ കാരണം കൊണ്ട് എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചൊരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസത്തിന് മുമ്പ് ആൽബർട്ടയിൽ ഇതേമാതിരി ഒരു കൊച്ചു വന്നിട്ട് ഏത് സ്കൂളിൽ വന്ന് വെടിവെപ്പും പ്രശ്നമൊക്കെ ഉണ്ടായ കൊച്ചും സൂയിസൈഡ് ചെയ്തു. ഇതൊരു ഫ്രീക്വൻ്റ്ലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതിന് ഫ്രീക്വൻസി കൂടി വരികയാണ് ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഒരു മാസത്തിൽ ഞാൻ അറിയുന്ന 3 ഇൻസിഡൻറ്റിൽ 4 കുട്ടികളെയാണ് 5 കുട്ടികളെയാണ് ഇതിനകത്ത് പോലീസ് പിടിച്ചിട്ടുള്ളത്.
ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ചിന്താ വിഷയം. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഫുള്ള് കാണണമെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ വെയിൽ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. അതിപ്പോൾ കുറച്ച് സമയം എടുത്തിരുന്നതെന്ന് വെച്ചെങ്കിൽ ഇതിപ്പോൾ ചറപടയെന്ന് മട്ടും അങ്ങോട്ട് എത്തും. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും കുട്ടികളുടെ കയ്യിൽ ഇപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വളരെ ഭദ്രമാണ്. ഇനി ഇതെങ്ങനെ വരണേന്ന് ഉള്ള ചെറിയൊരു ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ കളി എവിടെ നിന്നാണ് ചോർന്നേന്നുള്ളത്. അതായത് ഇവർ കളിക്കുന്ന പ്ലാറ്റ്ഫോം, നമ്മളെ കുട്ടികളൊക്കെയും ഗെയിം കളിക്കുന്നവരാണ്, എൻ്റെ മക്കളും കളിക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് കളിക്കുന്നത് റോബ്ലോക്സ് അല്ലെങ്കിൽ കുറേ ഗെയിമുകളുണ്ട്. ഈ ഗെയിമുകൾ കളിക്കുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിൻ്റെ സെർവർ എന്ന് പറയുന്നത് പ്രൈവറ്റ് സെർവറും ഉണ്ട്, പബ്ലിക്കും ഉണ്ട്. പ്രൈവറ്റിനകത്ത് കുഞ്ഞ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് പോയിട്ടൊരു കളിയാണ്. അതിനകത്ത് ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ തോക്ക് മേടിക്കണമെങ്കിൽ പോയിൻറ്റ്സ് വേണം, അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എത്രയോ പോയിൻറ്റ്സ് ആകുമ്പോൾ വെപ്പൺസ് കിട്ടും, എനർജി കിട്ടും, അങ്ങനെ കുറേ ലൈഫ് കിട്ടുക, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഈ പറഞ്ഞ പ്രൈവറ്റിൽ വലിയ കാര്യമായിട്ട് കിട്ടില്ല. അതിനിവരെന്ത് വേണം? പബ്ലിക്കിലേക്ക് കടക്കണം. പബ്ലിക് സെർവറിലാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ വരണത്. അപ്പോൾ ഈ പബ്ലിക് സെർവറിൽ ചെല്ലുമ്പോൾ ഇവർക്ക് ഇത്ര പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയായി ഇങ്ങനെ കാര്യങ്ങളായി. അപ്പോൾ ഈ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ പറ്റിയിട്ട് റിസർച്ച് നടത്താനായിട്ട്, ഈ മൊട്ടയെന്ന് വരാത്ത പിള്ളേർക്ക് ഗെയിമിനെ പറ്റിയിട്ട് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് ചാറ്റ് റൂമുകൾ മറ്റേത് മറിച്ചതെന്നും പറഞ്ഞിട്ട് ഒരു ലോഡ് സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഡിസ്കോഡ് പോലത്തെ വേറെ പ്ലാറ്റ്ഫോമുകളും. ഇവിടെ കയറിയിട്ട് ഇവർ ഈ മാറ്റർ ഇതുമായി സംസാരിച്ച് ഇവരെ കൊണ്ട് ഒരു എന്താ പറയുക, ഒരു മിഷൻ എന്നൊക്കെ പറയില്ലേ, ആ പരിപാടിക്ക് നമ്മുടെ കുട്ടികളെ റാഞ്ചുന്നൊരു പരിപാടി ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവുകയെന്നറിയാം, എൻ്റെ മോനാണെങ്കിലും ആരാണെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനത്തിൽ പോയി ചാടിക്കഴിഞ്ഞാൽ നോട്ടം ഒന്നും ഉണ്ടാവില്ല, നേരെ ക്രാവ് വീടെത്തില്ല, പകരം സ്കൂൾ ബസ്സിൽ നിന്ന് തന്നെ അവർ പോക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒന്ന് ആലോചിക്കണം, ഇവിടെ നടക്കണ കാര്യം, കാനഡയുടെ ഒരറ്റത്ത് നടക്കണ കാര്യം RCMP അറിഞ്ഞില്ല, നേരെ FBI എന്നാണ് വന്നത് സാധനം, ഇവിടെ ഇൻഫർമേഷൻ. അപ്പോൾ അത്രയും ഇതിലെ ഈ സാധനം എന്താ പറയുക, അത്രയും ഹൈ വാല്യൂ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാത്തേ ഉള്ളൂ, എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞത്രേ ഉള്ളൂ, നമ്മൾ കുട്ടികളുടെ കൂടെ ഇത് പറഞ്ഞപ്പോൾ ഇതിനെന്താ തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ മാറ്റർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുമ്പോൾ അതിനകത്ത് അവൻ്റെ മോനിരിപ്പുണ്ട്, നന്നായിട്ട് മലയാളം പറയുന്ന ചക്കനാ. അപ്പോൾ ആ ചക്കൻ ഇവൻ്റെ അപ്പനോടൊരു കാര്യം പറഞ്ഞു. ഇവൻ്റെ ഒരു കൂട്ടുകാരൻ വെള്ളക്കാരനുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഇതേപോലെ തന്നെ ഇവരെ കളിക്കുന്ന നല്ല അടിപൊളി റൂമാണെന്നും പറഞ്ഞിട്ട് ഈ ചക്കനും കൊണ്ടുപോയിട്ട് ഈ ചാറ്റ് ഫോറത്തിനകത്ത് കയറ്റി. അപ്പോൾ അങ്ങനെ സംസാരിച്ച് പിടിച്ച് വന്നപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ ഇവരുടെ പ്രായത്തിൻ്റെതായ ഒരു ശബ്ദമല്ല അവർ ഓപ്പോസിറ്റ് നിന്ന് കേൾക്കണേ. അങ്ങനെ ഇവനത് എനിക്കിഷ്ടപ്പെട്ടില്ല ആളുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ട് ഇവൻ നൈസായിട്ട് ഇറങ്ങി. ഇവൻ്റെ കൂട്ടുകാരൻ വെള്ളക്കാരൻ ആ ചാറ്റ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി, ആ ഗ്രൂപ്പിൽ നിന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പേര് ജെയ്സൺ, ഞാൻ ചിലപ്പോൾ ഈ ചാറ്റ് റൂമിനകത്ത് കയറിയിരിക്കുന്നത് വല്ല എന്താ പറയുക ഹോളി ഫാദറിനോ അങ്ങനെ വല്ല പേരിലേക്ക് ആവും. അപ്പോൾ നിക്ക് നെയിംസിലാണ് നമ്മളെല്ലാം ഈ വക പ്ലാറ്റ്ഫോമിൽ നമ്മൾ കിടന്ന് കളിക്കുന്ന കളി. അപ്പോൾ നമ്മുടെ ഈ 15 വയസ്സായ 16 വയസ്സായ കുട്ടിക്ക് അറിയില്ല അപ്പുറത്തിരിക്കുന്നത് 40 50 വയസ്സുള്ള ഏതെങ്കിലും ഞരമ്പ് രോഗിയാണോ, സാമൂഹ്യ വിരുദ്ധനാണോ, അതോ വല്ല തീവ്രവാദിയാണോ, സൈക്കോ ആണോ, ഒന്നും അറിയില്ല. അവരെന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഇതേപോലെ ഈ ക്രെഡിറ്റ്സ് കിട്ടുകയെന്ന് പറയില്ലേ, നമ്മളെ ഈ നേരത്തെ പറഞ്ഞ തോക്ക് പിടിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് ഈ സാധനത്തിന് ചിലപ്പോൾ ഓഫർ ചെയ്യണത് ഇങ്ങനത്തെ വല്ല കാര്യമാവും. ഈ ബ്ലൂ വെയിൽ എന്നുള്ള ഗെയിം തലയ്ക്ക് പിടിപ്പിച്ച് ഇതേമാതിരി സ്വയം ആത്മഹത്യ ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വക സാധനങ്ങളിലൂടെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ നൈസായിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് പണിയാൻ പറ്റും. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ബയോവാർ പല വാറുകളും കണ്ടുണ്ട്. ഇതൊരു ഡിജിറ്റൽ വാറാണത്. ഏതോ ഭ്രാന്തന്മാർക്ക് കുറച്ച് കുട്ടികളെ കൊല്ലാനായിട്ടുള്ള ഒരു സാധനമായിട്ട് ഇത് ഉപയോഗിക്കുകയാണ്. ചിലത് നടക്കും, ചിലത് നടക്കില്ല. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു നല്ല ലക്ഷണമല്ല, ഒരു പൊട്ടപ്പോക്കാണ്. ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഇത് നമ്മൾ കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വേണം. നമ്മൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല, അവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കാര്യമില്ല. കാരണം സ്കൂളുകളിൽ വരെ പഠിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഈ സാധനത്തിൽ കൂടെയാണ്. അപ്പോൾ ഇവർക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾക്കും കൂടി ആ സാധനത്തിലേക്ക് എടുത്ത് ചാടണം. എന്നിട്ട് നമ്മുടെ മക്കൾ അതിൽ മുങ്ങിത്താവാതിരിക്കാൻ വേണ്ടി അവരെ നമ്മുടെ ബാഹുബലിയിൽ പൊക്കി പിടിച്ചില്ലേ, അതുപോലെ നമ്മൾ പൊക്കി പിടിച്ച് നിൽക്കണം.
അല്ലെങ്കിൽ ഇത് ഇന്നും നാളെന്ന് പറഞ്ഞ മാതിരി എൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ സംഭവിക്കാവുന്നൊരു വലിയൊരു വിപത്താണത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ പണ്ട് നാട്ടിലേക്കും വല്ല ചില്ലെറിഞ്ഞ് പൊട്ടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ രണ്ടടികളെന്ന് പറഞ്ഞേക്കും. ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ എല്ലാം റെക്കോർഡിങ്ങിൽ കയറും. ഈവൻ നല്ലൊരു ജോലിക്ക് കയറണമെങ്കിൽ പോലും ക്രിമിനൽ റെക്കോർഡ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ട് വരും. നല്ല കോളേജിൽ അഡ്മിഷന് പോകുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇവർ ഈ ഗെയിമിൻ്റെ ഭ്രാന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യും. നമ്മുടെ പിള്ളേർ ടെക്നോളജിക്കലി ഭയങ്കര ഹൈയാ, പക്ഷേ ജീവിതാനുഭവം എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്, അത് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമ്മുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മൾ ഇവരിലേക്കാണ് ഇറങ്ങണം. ഇവർ നമ്മൾ പറയുന്ന ഗെയിം, ഞാനും ഇപ്പോൾ ചെയ്യാൻ പോണ കാര്യം പറയണം കേട്ടോ, വേറെ ഒന്നുമല്ല. നമ്മൾ ഇതെങ്ങനെ പ്രാവർത്തിയാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളുടെ ഒരു സ്വഭാവമുണ്ട്. കുട്ടികൾ ചെറുപ്പത്തിൽ ചെയ്യുന്ന അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഗെയിമിനകത്തേക്കോട്ടെ ക്ലാസ്സിനകത്തേക്കോട്ടെ ഏറ്റവും ഹാപ്പി ആയിട്ട് ഒന്ന് പറയാം നമ്മളോടാ. നമ്മളെ സംബന്ധിച്ചാവുന്ന ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് വലിയ വലിയ കാര്യങ്ങൾ തലയെടുക്കണ കാരണം കൊണ്ട് ഇവർ നോട്ട് മുളി വിടും. പക്ഷെ അവർക്ക് വലിയ കാര്യം അത്. അങ്ങനെ നമ്മൾ കുട്ടികളെ നമ്മൾ ലിസൺ ചെയ്യണം. നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവണം. അതിൻ്റെ കൂടെ അവർ അതിലേക്കാണ്ട് അറിയില്ലെങ്കിലും അങ്ങോട്ട് പിടിച്ചിരിക്കുക. അപ്പോൾ ഞാനും പണ്ട് എൻ്റെ ചെക്കൻ വന്നിരുന്ന് പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല, മുന്നോട്ട് പോകുന്ന പറയുള്ളൂ. കാരണം നമ്മുടെ തലയ്ക്കകത്ത് കിട്ടുന്ന വേറെ സാധനങ്ങളെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അത് നമ്മൾ ഒന്നും മാറ്റി നമ്മൾ ആ കുട്ടികളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന്, നിങ്ങൾ ഏത് സെർവറിലാണ് കളിക്കുന്നത്, അറ്റ്ലീസ്റ്റ് പ്രൈവറ്റ് ആണോ പബ്ലിക്കാണോ, അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കേസ് വരുമ്പോൾ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടാവാനുള്ള ബോധം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ് അത്. നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായി ഇവരുടെ ഈ പറഞ്ഞ പുതിയ ന്യൂജൻ സാധനത്തേക്ക് ഇറങ്ങിച്ചില്ല എന്നുള്ളത്. പക്ഷേ അത് പല രീതിയിലും ചെയ്യാം. അതായത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ ഉത്തമ ഉദാഹരണം എനിക്ക് പറയാനുള്ളത്, US-ത്തെ നയതന്ത്ര ഒരു ഉദ്യോഗസ്ഥൻ, രണ്ടുപേരും രണ്ട് മക്കൾ, രണ്ട് ചേട്ടനന്മാർ ഭയങ്കര സയൻറ്റിസ്റ്റുകളും ഭയങ്കര ഇതൊക്കെ ആയിട്ട്, പിന്നെ ഒരാൾ നയതന്ത്ര ഉദ്യോഗസ്ഥനായിട്ട് അങ്ങനെ കയറി ഭയങ്കര സംഭവമായി. അങ്ങനെ അയാളുടെ ഇൻ്റർവ്യൂ നടത്തപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇയാളുടെ അമ്മയാണ് ഇയാളുടെ റോൾ മോഡൽ. എങ്ങനെ റോൾ മോഡലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും വലിയ തമാശ. ചെറുപ്പത്തിലെ അപ്പൻ ഇട്ടിട്ട് പോയി, അത് പിന്നെ അവിടുത്തെ എന്താ പറയുക ചീള് കേസ് സ്വാഭാവികം, ഇട്ടിട്ട് പോവില്ലോ. അങ്ങനെ അപ്പന്മാർക്ക് ഇട്ടിട്ട് പോകാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പുള്ളി ഇട്ടിട്ട് പോയി. അപ്പോൾ അമ്മയാണ് വളർത്തിയത്. അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ അമ്മ ക്ലീനിങ് ജോലികളും ലോണ്ടറി വർക്കുകളും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ സത്യം പറയാം നല്ല മിടുക്കന്മാരാണ്, ലോക 1.5 പോട്ടന്മാരാ, ഒന്നും കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഈ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി. അങ്ങനെ അമ്മ കുറേ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം അമ്മ ഒരു തീരുമാനം എടുക്കുകയാണ്. അമ്മയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ABCD കൂട്ടി വയ്ക്കാൻ അറിയുള്ളൂ, അത് വിട്ട് വേറെ ഒന്നും അറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഈ കുട്ടികൾ ചെയ്യണ അസൈൻമെൻറ്റുകളും കാര്യങ്ങളും വർക്കുകളൊക്കെ അമ്മ ഡെയിലി വീട്ടിൽ വന്നിട്ട് നീ എന്താ വർക്ക് ചെയ്താൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കും. ഈ പെണ്ണ് സത്യം പറഞ്ഞു ഒന്നും മനസ്സിലാവില്ല. എന്നാലും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നോക്കിയിരിക്കും. ഇങ്ങനെ വിട്ട് കുട്ടികൾക്കൊരു തോന്നൽ വന്നു, നമ്മളെ നോക്കാനായിട്ട് അമ്മ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. കുട്ടികൾ പഠിപ്പിൽ കുറേ ശ്രദ്ധിച്ച് ഈ ചെക്കൻ നമ്മുടെ തൊപ്പിടുന്ന പരിപാടിയില്ലേ, ഗ്രാജുവേഷന് ആയപ്പോഴാണ് ഈ 2 ആമ്പിള്ളേർ അറിയണത് ഞങ്ങളുടെ അമ്മയ്ക്ക് എഴുത്തും വായന നേരിച്ച് അറിയില്ല എന്നുള്ളത്. അതുവരെ ഈ പെണ്ണ് അഭിനയിച്ചുകൊണ്ട് അങ്ങോട്ട് കാര്യം നടത്തി. ഇത് എന്താ പറയുക, ചുമ്മാ കഥ പറയണമെന്നല്ല, അയാളുടെ ഇൻ്റർവ്യൂവിൽ കറക്റ്റായിട്ടുള്ള കേസാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഫുള്ളൊന്നും അറിയില്ലെങ്കിലും നമ്മുടെ മക്കളുടെ ആ ഒരു മനോനില മനസ്സിലാക്കിയിട്ട് നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് അവിടെ നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം നമ്മൾ ജന്മം കൊടുത്ത പിള്ളേരാണ്, ഞാനുൾപ്പെടെ. അപ്പോൾ എനിക്കും ഇത് ആവശ്യമാണ്, നിങ്ങൾക്കും ഇത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ വർത്താൻ വേണ്ട കാര്യമില്ല. പിന്നെ വീണ്ടും ഒരു ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഒരു വീഡിയോ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ മോന് കാണിച്ചു കൊടുത്ത പോലെ അവൻ പറയും അപ്പയ്ക്ക് വല്ല പ്രാന്തുണ്ടെന്ന് പോയേ എന്ന് പറയുള്ളൂ. പക്ഷേ ഒരു അപ്പനായിട്ടിരിക്കുമ്പോൾ, ഒരു പേരൻ്റായിട്ടിരിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടാണല്ലോ. നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വല്ല പ്രശ്നമൊന്നുമില്ലാണ്ട് തിരിച്ച് വരണേന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, സ്കൂളിൽ പോലും എത്തിയില്ല, അതിന് മുമ്പ് ക്രിമിനൽ കേസിൽ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാലുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും, അത് പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നമുക്കേ മനസ്സിലാവുള്ളൂ, കാരണം നമ്മൾ പാരൻസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, എൻ്റെ ഒരു എന്താ പറയുക ഒരു കണ്ടെത്തൽ എന്നുള്ള സാധനം ഇതാണ്. നമ്മൾ മാക്സിമം കുട്ടികളുടെ കൂടെ സംസാരിക്കുക. ജസ്റ്റ് ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പേരൻ്റ് വീട്ടിലില്ലാത്ത സമയമൊന്നും ഉണ്ടാവില്ല, അല്ലേ? 2 പേരും ഒരുമിച്ചാണ് ജോലിക്ക് പോയിട്ട് പിള്ളേരുടെ കൂടെ ആരുമില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയ, TV, തേങ്ങ മാങ്ങ സകലം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ കുട്ടികളോടൊന്ന് സംസാരിക്കുക. കളിക്കാൻ പോകണ ഉഷാർ കളിയില്ല പൊള്ളില്ല മറ്റേ മറിച്ചത്. നമ്മളൊരു 2 പ്രാവശ്യം സംസാരിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ നമ്മളോട് അവിടുത്തെ വിശേഷങ്ങൾ പറയും.
പുതിയ ഗ്രൂപ്പിൽ പോകുന്നുണ്ട്, അങ്ങനെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനത്തെ സ്ട്രേഞ്ചേഴ്സ് ഉണ്ടായിരിക്കും, സൈക്കോപാത്തുകൾ അപ്പുറത്തുണ്ടാവും, സോ നിങ്ങൾ സൂക്ഷിച്ചോളോ എന്ന് പറഞ്ഞ് അപ്പോൾ അവരങ്ങനത്തെ ഇത് ഈ ഒരു അലേർട്ടും സാധനം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മൊബൈൽ ഇങ്ങോട്ട് മൊബൈൽ കാണണ്ടെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ലത്. അപ്പോൾ ഇത് നന്നായി ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ ഒരു സജഷനാണ് ഞാനിപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. എന്താണ് അവനവൻ്റെ തലയിൽ തോന്നണമെന്ന് വെച്ചെങ്കിൽ ആ ഒരു ഐഡിയ ഇവിടെ ഇട്ട് കഴിഞ്ഞാലുള്ള മെച്ചം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും കൂടി ഉപകരിക്കും. അതായത് നല്ലൊരു അറിവാണെന്ന് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പോഴത്തെ പെറ്റ് വീഴുന്ന കുട്ടികളുടെ കയ്യിൽ തൊട്ടേ എന്തുണ്ട്, മൊബൈലുണ്ട്, അല്ലെങ്കിൽ ഗെയിമിൻ്റെ മറ്റേ ജോയ്സ്റ്റിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം ഒരു ഡിജിറ്റൽ വാർ, അതിന് നമ്മുടെ മക്കളൊന്നും ഇരയാവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ വേറെ എന്താ പറയുക, മോശപ്പെട്ട ഒന്നും കേൾക്കാനായിട്ട് ദൈവം ഇടവരുത്താതിരിക്കട്ടെ. ശരി എന്നാൽ ഓക്കെ, കാണാം.